ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ശക്തമാവുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. എന്നാൽ ഈ യുദ്ധത്തിന്റെ കാരണക്കാർ ആരാണ് എന്നുള്ളതിന്റെ ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ യുദ്ധങ്ങളെല്ലാം വർഷങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ടിരുന്നു എന്നുള്ളൊരു നഗ്ന സത്യമാണ് ഇപ്പോൾ ലോകം ഞെട്ടലോടെ അറിയുന്നത്. കാരണം വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയുള്ള വിവരങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുകയാണ്. സ്വന്തം രാജ്യമായ ഇസ്രായേലിന് വേണ്ടി ദൈവം മണ്ണിലിറങ്ങുമോ എന്നുള്ളൊരു ചോദ്യം വരെ ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുന്നു. ബൈബിളിൽ ഏലാം, പേർഷ്യ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഇറാനെതിരെ വലിയ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധങ്ങൾ തീർച്ചയായും നടക്കേണ്ടതാണെന്നാണ് ബൈബിളിൽ പറയുന്നത്. ഇറാനെ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റാനുള്ള പദ്ധതികൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ്. അതിന്റെ ഉദാഹരണങ്ങൾ അടക്കം ബൈബിളിൽ പറയുന്നു. വേട്ടയാടുന്ന ശത്രുക്കളുടെ മുമ്പ് സംഭീതരാകാൻ ഞാൻ ഏലാമിനെ ഇടവരുത്തും. എന്റെ ഉഗ്രകോപത്താൽ ഞാൻ അവർക്ക് അനർത്ഥം വരുത്തും. അവരെ ഉന്മൂലനം ചെയ്യുന്നത് വരെ വാൾ അവരെ പിന്തുടരും. ജെറമിയ 49:37. പിന്തുടർന്നുകൊണ്ട് ഇറാനെ ഇല്ലാതാക്കാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതേസമയം തന്നെ അവസാന നാളുകളിൽ ഏലാമിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും, കർത്താവ് അരുൾ ചെയ്യുന്നു. ഇസ്രായേലിനെ ഇല്ലാതാക്കുകയും അതേസമയം തന്നെ ഇസ്രായേലിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വാക്കുകൾ. പേർഷ്യക്കാരെയും അതായത് ഇറാനും ഹൂതികളും ഗാസയും അടങ്ങുന്ന നിരവധി ഗ്യാങ് ആയിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം തന്നെ ബൈബിളിൽ എടുത്തു പറയുന്നത് വളരെയധികം ഇപ്പോൾ വെളിപ്പെടുത്തുന്ന സാഹചര്യം എന്താണെന്ന് കഴിഞ്ഞാൽ യുദ്ധം ബൈബിളിന്റെ പൂർണ്ണമായ സത്യത്തിൽ തന്നെ നിലനിൽക്കുകയാണ്. പേർഷ്യക്കാരും കുഷ്യരും പുത്യരും പരിചയം പടത്തുപ്പയും ധരിച്ച് അവരോടൊപ്പം ഉണ്ടായിരിക്കും. എസെക്കിയേൽ 38:5. പേർഷ്യക്കാരെന്നാൽ ഇറാൻ, കുഷ്യരെന്നാൽ ഗാസ, പുത്യരെന്നാൽ ഹിസ്ബുള്ള. അങ്ങനെ നിരവധി ആളുകൾ ഇസ്രായേലിനെതിരെ ശക്തമായി പൊരുതാൻ തയ്യാറായിരിക്കുകയാണ്. അതേസമയം ഭൂമി മറിക്കുന്ന മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നു വരും. എസെക്കിയേൽ 38:16. ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ഭൂമി മുഴുവൻ അണിനിരക്കുന്നു. വരുവിൻ, ഈ ജനത മുഴുവനും നമുക്ക് തുടച്ചു മാറ്റാം. ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർക്കാതിരിക്കട്ടെ എന്നും അവർ പറയുന്നു. സങ്കീർത്തനം 83. അങ്ങനെ നിരവധി കാര്യങ്ങൾ ബൈബിളിൽ പറയുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ ഏത് വിധേനയാണ് ലോകത്ത് ആഘാതമേൽക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം. നേരെ മറിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എത്തുമ്പോൾ പാലസ്തീനും ഗാസയും ഹിസ്ബുള്ളയും ഇറാനും ഇസ്രായേലും അടങ്ങുന്ന വലിയൊരു യുദ്ധം, മൂന്നാം ലോക മഹായുദ്ധം, ലോക അവസാനത്തിനുള്ള ഒരു യുദ്ധം, അതാണ് ഇപ്പോൾ നമ്മൾ കാഴ്ചവെക്കുന്നത്. നിരവധി രാജ്യങ്ങൾ ഇരു രാജ്യങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴും ഇസ്രായേലിനെ തുടച്ചു മാറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വളരെ പ്രസിദ്ധമാണ്. കാരണം ഇസ്രായേലിനെ തുടച്ചു മാറ്റാൻ ആർക്ക് സാധിക്കും എന്നുള്ളൊരു ചോദ്യം വളരെയധികം പ്രസക്തമാവുകയാണ്. ഇസ്രായേൽ ഒരിക്കലും തോൽക്കുകയില്ല, ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ആർക്ക് സാധിക്കുകയില്ല എന്ന് വിളിച്ചതുകൊണ്ടാണ് അമേരിക്ക അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്ത് നിൽക്കുന്നത്. നിരവധി ആളുകൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തുമ്പോഴും ഇറാനെതിരെ ആരും തന്നെ മിണ്ടുന്നോ പറയുന്നുമില്ല. എന്നാൽ ഇറാന്റെ ആണവായുധ ശേഖരങ്ങൾ വളരെ കുറവാകുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. നിരവധി ആയുധങ്ങളാണ് ഇറാൻ ഇപ്പോൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ആ ഒരു ആയുധങ്ങൾ കൊണ്ട് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ഇറാൻ ആകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേൽ അവസാനിച്ചു കഴിഞ്ഞാൽ, ഇറാൻ അത് സാധിച്ചു കഴിഞ്ഞാൽ അത് ലോകാവസാനത്തിന്റെ പ്രതീകമാണെന്നാണ് ബൈബിൾ പറയുന്നത്. ഇസ്രായേൽ ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ ദൈവത്തിന്റെ മൂന്നാം വരവ് വരുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസിദ്ധമാവുകയാണ്. എന്തൊക്കെയാണെങ്കിലും യുദ്ധത്തിന്റെ അനന്തരഫലം കണ്ടു തന്നെ അറിയാം.